തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ തങ്ങളുടെ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. സൂര്യഗായത്രിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സൂര്യ, മുഖ്യമന്ത്രി കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം മറ്റു പാർട്ടികളുടെ എല്ലാം ദേശീയ നേതാക്കളും സംസ്ഥാനത്തേക്ക് എത്തുന്നു. എന്താണ് തെരഞ്ഞെടുപ്പ് സാഹചര്യം? ഫിജി LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ പരിപാടികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയുടെ പ്രചരണ പരിപാടികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. ആദ്യത്തെ പരിപാടി വർക്കലയാണ്. 10 മണിക്ക് പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തുടർന്ന് കാട്ടാക്കടയിൽ 3 മണിക്ക് പ്രചരണ പരിപാടിയുണ്ട്. 4:30 കന്യാകുളങ്ങരയിൽ പ്രചരണ പരിപാടിയുണ്ട്. ഇന്ന് ഈ 3 പരിപാടികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നേരിട്ട് പ്രചരണ രംഗത്തേക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ മറ്റ് 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളെയും മുന്നണിയെയും വലിയ രീതിയിലുള്ള പ്രസംഗത്തിൽ വിമർശനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ തന്നെ ദേശീയ നേതാക്കളെ കൂടെ കളത്തിൽ ഇറക്കി പ്രചരണാവേശം കൂടുതൽ കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. NDA നേരത്തെ തന്നെ അവരുടെ മറ്റുള്ള കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ ഈ ഒരു പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പൊതു പരിപാടികളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ LDFന്റെയും അതുപോലെ തന്നെ UDFന്റെയും ദേശീയ നേതാക്കളാണ് ഈ ഒരു പ്രചരണ ആവേശത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തേണ്ടത്. അതിൽ UDFിലെ പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെ ഉള്ളവർ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ എത്തി പ്രചരണത്തിൽ പങ്കെടുക്കും എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. LDF ദേശീയ നേതാക്കൾ ഈ ഒരു വിഷുവിന് ശേഷം 15 മുതൽ പ്രചരണ മേഖലയിലേക്ക് ഇറങ്ങും, കേരളത്തിലേക്ക് എത്തുമെന്ന ഒരു കാര്യം കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രചരണം അതിന്റെ എല്ലാ രീതിയിലുള്ള ആവേശത്തിലൂടെയും കടന്നു പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി എത്രത്തിൽ മുന്നോട്ട് പോകാം, എങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവരാകാം എന്ന തയ്യാറെടുപ്പിലാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ രീതികളുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ. ഇതിനിടയിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഉള്ള പ്രചരണ രീതികളുമുണ്ട്. വിശ്വാസികളെ കേന്ദ്രീകരിച്ച് കൂടുതലായും സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്ന വോട്ട് ചോദിക്കുന്ന രീതികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചതാണ്. അതുപോലെ തന്നെ തീരദേശ മേഖലയെ കൂടുതലായും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ പരിപാടിയും തിരുവനന്തപുരം മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലായാലും തീരദേശ മേഖലയും കൂടി ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് രണ്ടും. അത്തരത്തിൽ അവിടുത്തെ പ്രദേശവാസികളോട് ചെന്ന് കണ്ട് അവർക്ക് വേണ്ട ജയിച്ചു വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടപടികളൊക്കെ ഉണ്ടാകും, പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമെന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ ആയിട്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ പരസ്പരം സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പരാതികളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയും പ്രചരണ രീതിയും നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്, വിജയ സാധ്യതയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആറ്റിങ്ങലിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനൊന്ന് മികച്ചതാക്കി തങ്ങളുടെ പ്രചരണം മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും മുന്നണികൾ നടത്തുകയാണ്. ശരി, സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.